കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകാൻ കഴിയുന്നതിന് മുന്നേ തന്നെ മുന്നണികളെല്ലാം തന്നെ തങ്ങളുടെ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന LDF അവകാശവാദങ്ങൾക്കിടയിലും ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മന്ത്രിസഭ രൂപീകരണത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയാണെങ്കിലും ഇത്തവണ അത് ചില സവിശേഷതകൾ കൂടി ഉണ്ടാകുന്നുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ, അതുപോലെ KC വേണുഗോപാൽ എന്നീ മൂന്ന് പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് എല്ലാ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ നടത്തിയ മികച്ച പ്രകടനവും സർക്കാരിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആഞ്ഞടിക്കലുകളും യുവതലമുറയെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ പാർട്ടിയിലെ സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ ഒതുക്കി നിർത്തുക എന്നുള്ളത് ഹൈക്കമാൻഡിന് അസാധ്യമായ കാര്യം കൂടിയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ട ചെന്നിത്തലയ്ക്ക് ഇത്തവണ മുഖ്യമന്ത്രി പദമോ അല്ലെങ്കിൽ അതിന് തുല്യമായ പരിഗണനയോ നൽകണമെന്നത് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന I ഗ്രൂപ്പിന്റെ പ്രധാന ആവശ്യം കൂടിയാണ്. ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വടംവലി രൂക്ഷമായാൽ അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിലൂടെ കേരളത്തിലെ ഗ്രൂപ്പ് പോരുകൾക്ക് അന്ത്യം കുറിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് തന്നെ ഉണ്ടാകുന്നുമുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് സമാഖ്യങ്ങൾക്കെല്ലാം അപ്പുറം സമുദായ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി കൂടിയാണ്. ഓരോ സമുദായത്തെയും തൃപ്തിപ്പെടുത്താതെ കേരളത്തിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലെ പ്രധാനിയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ശക്തനായ മുഖമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. എന്നാൽ അദ്ദേഹം മന്ത്രിയാകുന്നതോടെ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും എന്നത് മറ്റൊരു രാഷ്ട്രീയ തർക്കത്തിന് വഴിവെക്കുകയും ചെയ്യും. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ തുടങ്ങിയവർക്കൊപ്പം യുവ നേതാക്കളായ PC വിശ്വനാഥ്, T സിദ്ദിഖ്, TN പ്രതാപൻ എന്നിവരുടെ പേരുകളും മന്ത്രിസ്ഥാനമെല്ലാം ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ KPCC സ്ഥാനത്തേക്ക് പേരുകൾ എടുത്തു പറയേണ്ടത് കൂടിയുണ്ട്. ഇവരുടെ പേരുകളും ഇതിൽ കേൾക്കുന്നുമുണ്ട്. സമുദായ സംഘടനകളുടെ സമ്മർദ്ദവും പ്രാദേശികമായ പരിഗണനകളും മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്യും. തെക്കൻ കേരളത്തിൽ നിന്നും N ശക്തൻ, അതുപോലെ M വിൻസെന്റ് തുടങ്ങിയവരുടെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ആർക്കും വേണ്ടാത്ത കേസുകളുടെ പശ്ചാത്തലത്തിൽ വിൻസെന്റിന് പകരം TJ വിനോദിനെ പോലുള്ളവരുടെ പരിഗണിക്കപ്പെടുന്നതും. കോൺഗ്രസിനുള്ള യുവനിരയിൽ നിന്നും VT ബൽറാം, ചാണ്ടി ഉമ്മൻ, മാത്യു കൊള്ളതാണ് തുടങ്ങിയ പേരുകളും സജീവമായി ചർച്ചയിൽ ഉണ്ടാകുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന നിലയിൽ ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിൽ ഇടം നൽകണമെന്ന വികാരം അണികൾക്കിടയിലും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. സർക്കാരിനെതിരെ നിയമസഭയിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന മാത്യു കൊള്ളനാടൻ മന്ത്രിസഭയിൽ എത്തുന്നത് യുവജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പ് അവരുടെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. മലപ്പുറം കോട്ടകൾ കാക്കുന്നതിനൊപ്പം തന്നെ ഇതര ജില്ലകളിലും ശക്തമായ മുന്നേറ്റം ലീഗ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. 22-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിൽ ഉപമുഖ്യമന്ത്രി പദവിക്ക് ലീഗ് ഇത്തവണ അവകാശവാദം ഉന്നയിക്കാനും സാധ്യതകളുണ്ട്. പാരമ്പര്യമായി ഇത്തരം ആവശ്യങ്ങൾ ലീഗ് ഉയർത്താറില്ല എങ്കിലും മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണം പങ്കിടുമ്പോൾ അർഹമായ പ്രാധാന്യം ലഭിക്കണമെന്ന വാശി ലീഗിന്റെ അണികൾക്കുണ്ടാകുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തങ്ങൾക്ക് വലിയ വിജയമൊരുക്കുമെന്ന് ലീഗ് നേതൃത്വം കരുതുന്നുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ പൊതുമരാമത്ത് വകുപ്പും പോലുള്ള പ്രധാന വകുപ്പുകൾ ലീഗ് ലക്ഷ്യമിടുന്നുമുണ്ട്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ പല സീറ്റുകളും തിരിച്ചു പിടിക്കാനായെന്ന ഉറച്ച വിശ്വാസം ലീഗ് നേതൃത്വത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കേരള കോൺഗ്രസിലെ ജോസഫ് ഭാഗവും തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. LDF സർക്കാർ തുടർച്ചയായി 10 വർഷം ഭരണം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDFന് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുണ്ടാകുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ തുടങ്ങിയവ സാധാരണക്കാരെ UDFിലേക്ക് അടുപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ CPMന്റെ ശക്തമായ സംഘടനാ സംവിധാനത്തെ മറികടക്കാൻ കോൺഗ്രസിന് എത്രത്തോളം സാധിക്കുമെന്നാണ് ഫലം വരുമ്പോൾ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഒരുപക്ഷെ ഫലം അനുകൂലമല്ല എങ്കിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ചർച്ചകളെല്ലാം അധികാരലബ്ധി എന്നുള്ള ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളത് മാത്രമാണ്. ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക സാഹചര്യങ്ങളും അതുപോലെ വോട്ടിംഗ് ശതമാനവും പരിശോധിക്കുമ്പോൾ പലയിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നെന്ന് കാണുകയും ചെയ്യും. ഇത് UDFിന്റെ വിജയ സാധ്യതകളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നേതാക്കൾ ഇവിടെ ആശങ്കപ്പെടുന്നുമുണ്ട്. എങ്കിലും 80-ലധികം സീറ്റ് ലഭിക്കുന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയുള്ളത്. ഈ ആത്മവിശ്വാസമാണ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഇത്രയും വലിയ ഊർജിതമാകാനും കാരണമാകുന്നത്. പകരം ഇവിടെ മറ്റു ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മലബാർ മേഖലയിലെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ കരുത്തുകൾ UDFിന് വലിയ മുന്നേറ്റം നടത്തുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഭിന്നത തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം നിലനിൽക്കുന്നുമുണ്ട്. തെക്കൻ കേരളത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ഗുണപരമാകുമെന്നത് ഫലത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാവുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന നേതാക്കൾക്കെല്ലാം
തങ്ങളുടേതായ സ്വാധീന മേഖലകൾ ഉണ്ടാകുന്നുണ്ട്. സതീശന്റെ ക്ലീൻ ഇമേജും ചെന്നിത്തലയുടെ ജനകീയതയും വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് സ്വാധീനവും ഒരുപോലെ ഗൗരവമുള്ളതാണ്. എങ്കിലും ഗ്രൂപ്പുകൾക്ക് അതീതമായി സമുദായ സംഘടനകളെ തൃപ്തിപ്പെടുത്തി ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളി കൂടിയാണ്. ഓരോ നേതാവും തങ്ങളുടേതായ ഫോർമുലകൾ ഹൈക്കമാൻഡ് മുന്നിൽ വെക്കുമ്പോൾ അന്തിമ തീരുമാനം ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് കാര്യം ഉറപ്പ് തന്നെയാണ്. UDF അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു വികസന രൂപരേഖ ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മുൻഗണന നൽകുന്ന ഒരു ജനകീയ സർക്കാരിനെയാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്നും നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ അധികാര കൈമാറ്റം സുഗമമായി നടക്കണമെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും വേണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം അവകാശികൾ വരുമ്പോൾ അത് മുന്നണിയുടെ പ്രതിച്ഛായ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ നിർണായകമാവുകയും ചെയ്യും. AICC നിരീക്ഷകർ കേരളത്തിലെത്തി MLA മാരുടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനവും ഉണ്ടാകുക. വോട്ടെണ്ണൽ ദിനം വരെ നീളുന്ന ഈ കാത്തിരിപ്പും ചർച്ചകളും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമൊന്നുമല്ല. എങ്കിലും മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ നീക്കവും വളരെ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. മുസ്ലിം ലീഗിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള ആവശ്യം കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. ലീഗിനെ പിണക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നതിനാൽ തന്നെ അവർക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളായ കേരള കോൺഗ്രസ്, RSP തുടങ്ങിയവരുടെ ആവശ്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ കേരളം ഒരു ഭരണമാറ്റത്തിനായി കാത്തിരിക്കുന്നെന്ന തോന്നൽ UDF ക്യാമ്പുകളിൽ ശക്തമാണ്. ആ വിശ്വാസം യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരിക്കുകയും വേണം. ഓരോ നേതാവും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. മന്ത്രിക്കുപ്പായം തുന്നി കാത്തിരിക്കുന്നവരും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവരും ഒരുപോലെ ആശങ്കയിലാണ്. കാരണം ജനവധി എന്നത് പ്രവചനാതീതമാണ്. ഫലം പുറത്തു വരുമ്പോൾ നിലവിലെ എല്ലാ കണക്കുകൂട്ടലിലും തകിടം പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എങ്കിലും രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഫലത്തെക്കുറിച്ചല്ല, മറിച്ച് UDF വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെക്കുറിച്ചാണ്. ഈ ചർച്ചകൾ അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും നേതൃത്വത്തിന് ഇതൊരു കനത്ത തലവേദനയായി മാറുന്നുമുണ്ട്. ഗ്രൂപ്പ് വൈര്യങ്ങൾക്കും സമുദായ സമ്മർദ്ദങ്ങൾക്കുമെല്ലാം ഇടയിൽ കേരളത്തെ നയിക്കാൻ ആര് വരുമെന്നതും വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയം ഉറപ്പിച്ച നേതാക്കൾ ഡൽഹിയിലേക്കും സമുദായ ആസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ ദൂതന്മാരെ അയച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അധികാരം എന്നാൽ വെറുമൊരു പദവിയല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കാനുള്ള അവസരമാണെന്നാണ് ഓരോ നേതാവും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരടുവലികൾ അവസാന നിമിഷം വരെ തുടരുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. കേരളത്തിന്റെ വികസനവും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ ഇത്തരം എല്ലാ അഭിമുഖങ്ങൾക്കും വിരാമമാവുകയും ചെയ്യും.